അപ്പൊ നമ്മള് നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാരനാണ്. അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് സോ അതൊരു ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഇന്നത്തെ പൊട്ടിക്കുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ആ ഒരു തരത്തില് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്, ക്യാഷ് പ്രൈസ് 50 ലക്ഷം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ സെക്കൻഡ് പ്ലേസ് നേടിയെടുത്ത ആ വ്യക്തിക്ക് സമ്മാനമൊന്നും തന്നെ പ്രത്യേകിച്ചില്ല. പക്ഷെ അതിപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നു ഒരു കോമണർ വന്നിട്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അനീഷിന് ഒന്നിനട്ടും അല്ല 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആണ് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയ് നൽകാൻ പോകുന്നതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് അനീഷിന്റെ വിജയം തന്നെയാണ്. അത് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 1 തൊട്ട് 7 സീസൺ വരെ നോക്കുമ്പോഴത്തേക്കും 2ാം പ്ലേസ് കിട്ടിയ ഒരാൾക്കും ഇങ്ങനെ ഒരു സമ്മാനം ലഭിച്ചിട്ടില്ല. പക്ഷേ ആ 7ാമത്തെ സീസണിൽ ഇപ്പോൾ അനീഷിന് അത് ലഭിക്കാൻ പോകുന്നു. അതായത് 1 തൊട്ട് 6 വരെയുള്ള സീസണിലുള്ള ആർക്കും ലഭിക്കാത്ത ആ ഒരു സൗഭാഗ്യം ഇപ്പോൾ അനീഷിന് ലഭിക്കാൻ പോകുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജനങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ വിജയ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അതിപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു കാര്യം ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സമ്മാനം അനീഷിന് ലഭിക്കുക എന്നുള്ളത്, അതും 10 ലക്ഷം രൂപ അനീഷിന് സെക്കൻഡ് പ്ലേസ് നേടിയ അനീഷിന് ലഭിക്കുക എന്നുള്ളത് ആരും പ്രതീക്ഷ ഒരു കാര്യമല്ല. ചിലപ്പോൾ അനീഷ് പോലും പ്രതീക്ഷ ഒരു കാര്യമായിരിക്കത്തില്ല. കാരണം അനീഷ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അനീഷിന് എന്തോ ആഡംബര ഫ്ലാറ്റ് ലഭിക്കാൻ പോകുന്നു, മറ്റത് ലഭിക്കാൻ പോകുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഫേക്ക് ആണെന്നുള്ളത് അനീഷ് തന്നെ ലൈവിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പക്ക ജെനുവിനായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അനീഷിന് 10 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. അർഹിച്ച ഒരു നേട്ടം തന്നെയാണ് എന്ന കാര്യം സംശയമില്ല. ഒരു സാധാരണക്കാരൻ, ഒരു കോമണർ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ 7 ഉടനീളം ഒരു വലിയ തരത്തിലൊരു തരംഗമായി മാറിയ ഒരു മനുഷ്യൻ. കാരണം സെലിബ്രിറ്റികൾക്ക് മാത്രം വന്നുകൊണ്ട് മത്സരിക്കാൻ അല്ലെങ്കിൽ നേട്ടം കൊയ്യാൻ പറ്റുന്ന ഒരു മേഖല, ഒരു ഷോ മാത്രമല്ല ബിഗ് ബോസ്. അത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോമണർക്ക് വന്നിട്ടും ചരിത്രം തിരുത്തി കുറിക്കാം, അല്ലെങ്കിൽ ഒരു തരംഗമായി മാറാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ അനീഷ് മാറിയിരിക്കുന്നു. അതിലൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇനിയുള്ള സീസണുകളിൽ തന്നെയും സാധാരണക്കാർക്ക് അതിൽ വന്ന് മത്സരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമാണ് അനീഷ് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതിന് കിട്ടുന്ന ഒരു സമ്മാനം തന്നെയാണ് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വക, അതായത് ഫസ്റ്റ് പ്രൈസ് നൽകിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വക തന്നെ ഇപ്പോൾ സെക്കൻഡ് പ്ലേസിലെത്തിയ അനീഷിന് ലഭിക്കാൻ പോകുന്ന ഈ ഒരു 10 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു വലിയ സമ്മാനം, അത് തീർച്ചയായിട്ടും അനീഷിന് അർഹതപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്കിടയിൽ വിജയിച്ചിരിക്കുന്നത് അനീഷ് തന്നെയാണ് എന്നുള്ളത് അത് പല സാഹചര്യത്തിലും തെളിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് അനീഷ് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും അനീഷിന് ലഭിച്ച ആ ഒരു സ്വീകാര്യത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ 1ാം സ്ഥാനം പോയെങ്കിലും അർഹതപ്പെട്ട വ്യക്തിക്ക് ആ ഒരു സമ്മാനം തേടി എത്തിയിരിക്കുന്നു. ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ നേരിട്ട് അനീഷിന് ഇങ്ങനൊരു സമ്മാനം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് സന്തോഷിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നേ വരെ ഒരു മത്സരാർത്ഥിക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് അനീഷ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. 2ാം സ്ഥാനത്തെത്തിയ ഒരു മത്സരാർത്ഥികൾക്കും കിട്ടാത്ത ഒരു വലിയ സൗഭാഗ്യമാണ് ഇപ്പോൾ അനീഷിനെ തേടിയെത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അനീഷിന്റെ കഴിവ് കൊണ്ടും അനീഷിന്റെ ആ ഒരു കഠിനാധ്വാനം കൊണ്ടും കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. ബിഗ് ബോസിനുള്ളിൽ വെറും ഒരു കോമണറായി വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഓളം ഉണ്ടാക്കി, അല്ലെങ്കിൽ അത്രത്തോളം തരംഗം ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിട്ടുള്ള അനീഷിന് അർഹതപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് ഇപ്പോൾ ലഭിക്കാനായി പോകുന്നത് തന്നെ.